ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീനും കൃഷ്ണയും വരും. അവരിവിടെ എത്തിക്കഴിഞ്ഞ ആ നിമിഷം ഞാൻ കൃഷ്ണനെ പറഞ്ഞുവിടും. പിന്നെ നവീനോടൊപ്പം ജീവിക്കുന്നത് നീയായിരിക്കും. ഇന്നു മുതൽ. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇപ്പോഴും യാത്രയില്ല. മേഡം പേടിക്കൊന്നും വേണ്ട, കഥ ഓക്കെ. പക്ഷേ ഞാൻ ഓക്കെ അല്ല നവീൻ. എന്തു വെച്ചു മേഡം? ഇന്നലെ ഞാൻ കളരിക്കൽ വന്നത് എന്റെ മോൾ അവിടെ ഒറ്റപ്പെട്ട് വേദനിക്കാതിരിക്കാനാ. പക്ഷേ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ ആ ഒറ്റപ്പെടലിന്റെ ആഴം ശരിക്കും തിരിച്ചറിഞ്ഞത് ഞാനാ. നവീൻ, എനിക്കെന്തോ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. അവളില്ലാത്ത ഈ വീട്, അവളുടെ ശബ്ദം കേൾക്കാത്ത മുറികള്, അവളുടെ സംസാരങ്ങളില്ലാത്ത സമയങ്ങള് എന്നെ വല്ലാണ്ട് പേടിപ്പിക്കുന്നു. മേഡം, എന്താ ഇതൊക്കെ? ഇതൊക്കെ ഗാഥയുടെ അടുത്തൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കഥ തമ്മടുത്തൊന്ന് സംസാരിച്ചേ. എടോ, സംസാരിക്കേ. ഹലോ മമ്മി, എന്തു പറ്റി? ആ മോളെ, മമ്മിക്കെന്തോ വല്ലാത്ത പേടിയോ വേദനയോ പോലെ. നിന്നെ കാണണം, നീ അടുത്തുണ്ടാവണം എന്നൊക്കെ തോന്നുവാ. മകളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിലേക്ക് മമ്മിക്ക് വരുന്നതിനൊരു പരിധിയില്ലേ? എന്റെ മോള് നവീന്റെ അടുത്തൊന്ന് സംസാരിക്കുവോ? കുറച്ചു ദിവസം മമ്മിയുടെയും മോളുടെയും ഈ ടെൻഷനൊക്കെ ഒന്ന് മാറുന്നവരെ നവീനോട് ഇവിടെ ഒന്ന് വന്ന് നിൽക്കാൻ പറയോ? ഞാൻ കേൾക്കുന്നുണ്ട് മേഡം. മേഡം, നിങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എനിക്ക് എന്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. വിവാഹം കഴിച്ചിട്ട് ഭാര്യയുടെ വീട്ടില് സ്ഥിരം നിൽക്കുന്ന ഒരാളാവാനായിട്ട് എനിക്ക് താല്പര്യമില്ല. നവീൻ, ഗാഥ മേഡത്തിന്റെ ഒറ്റ മകളാ. സൗകര്യങ്ങളിൽ മേഡം വളരെയധികം മുന്നിലും. പക്ഷേ അതൊന്നും ഭാര്യ വീട്ടിൽ നിൽക്കുന്ന ഒരാളാവാൻ എന്നെ പ്രേരിപ്പിക്കുന്നില്ല. നവീൻ പ്ലീസ്, ഞാൻ പറഞ്ഞതിനെ ആ അർത്ഥത്തിൽ എടുക്കരുത്. മകളുടെ ഭർത്താവിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ആ കൂട്ടത്തിലല്ല. ഇപ്പൊ എന്റെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വന്നപ്പോ ജസ്റ്റ് റിക്വസ്റ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ ഒരു കാര്യം ചെയ്യാം. ഞാനും ഗാഥയും ഇന്ന് അങ്ങോട്ടേക്ക് വരാം. ഇന്നത്തെ ദിവസം അവിടെ തങ്ങുകയും ചെയ്യാം. അതിൽ കൂടുതൽ മേഡം എന്നെ ഫോഴ്സ് ചെയ്യരുത്. ശരി, താങ്ക് യു. അങ്ങനെ ആയിക്കോട്ടെ. മോളെ, മമ്മി ഫോൺ കട്ട് ചെയ്യുവാണ്. ശരി മമ്മി. സിനി, നവീനും കൃഷ്ണയും ഇപ്പൊ വരും. ഇന്ന് അവരിവിടെ ഉണ്ടാവും. അപ്പൊ ഗാഥ മാഡം? ഈ വീട്ടില് നാഗത്തെ കുറിച്ചുള്ള പേടി വേണ്ടല്ലോ. കൃഷ്ണയ്ക്ക് പകരം ഗാഥയായിരിക്കും ഇന്ന് നവീന്റെ മുറിയിൽ നവവധുവായിട്ട് ചെല്ലാൻ പോകുന്നത്. അങ്ങനൊക്കെ തീരുമാനിക്കുന്നത് എടുത്തുചാട്ടായി പോവോ? എന്റെ മുന്നിൽ വേറെ മാർഗമില്ല സിനി. എന്റെ മകൾ എന്നെ സംശയിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ എനിക്കിത് ചെയ്തേ പറ്റൂ. എന്ത് സംഭവിക്കുകയാണല്ലോ ആയിക്കോട്ടെ. നവീന്റെയും ഗാഥയുടെയും ആദ്യ രാത്രി ഇന്ന് ഈ വീട്ടിൽ വെച്ച് നടക്കും. വല്ലാത്ത കഷ്ടമാണല്ലോടോ മമ്മിയുടെയും മോളുടെയും കാര്യം. ഇതാണ് പറയുന്നത്, മിനിമം 2 കുട്ടികളെങ്കിലും വീട്ടിലുണ്ടാവണമെന്ന്. ഒരാളെ വിവാഹം കഴിച്ചയച്ചാലും സ്നേഹിക്കാനും കൂടെ നിൽക്കാനും അടുത്താളുണ്ടാവുമല്ലോ. സ്നേഹമുള്ളിടത്തെ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നവൻ അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. മതി മതി, മമ്മിയുടെ സങ്കടം ഞാനിപ്പോ കേട്ടതേ ഉള്ളൂ. മോളുടെ സങ്കടം തൽക്കാലം കേൾക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിന്ന് തന്റെ വീട്ടിലേക്ക് പോകുന്നു. സിത്താര മേഡത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ട് നിർത്തിയിട്ട് ദാ എന്റെ കൂടെ നിൽക്കുന്ന ഗാഥയ്ക്ക് ഒരു വിഷമവും ഇല്ലാന്ന് എനിക്കൊന്ന് പറയണം. അങ്ങനെ താൻ പെരുമാറാവുള്ളൂ, കേട്ടല്ലോ?
ഗാഥാ മാഡം, മാഡത്തിന്റെ വാക്കുകൾ മമ്മി എത്രമാത്രം വിഷമിപ്പിച്ചെന്ന് അറിയോ? ആവേശത്തിന് പലതും പറയാൻ എളുപ്പോ, പക്ഷേ ജീവന്റെ ജീവനായി മോളെ സ്നേഹിക്കുന്ന മമ്മിയുടെ മനസ്സിന് അതുണ്ടാക്കുന്ന മുറിവ് മാഡത്തിനെങ്കിലും മനസ്സിലാവണ്ടേ? റിയലി സോറി മമ്മി. പോട്ടെ മോളെ, സാരമില്ല. മമ്മി പറഞ്ഞതൊക്കെ സത്യ. മമ്മിയുടെ ജീവിതം എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഫ്രണ്ട്സിനോടും പരിചയക്കാരോടും എല്ലാരോടും ഞാനത് പറയാറുമുണ്ട്. മമ്മിയെക്കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ മനസ്സിൽ റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. മതി മോളെ, അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ആ, നവീനും കൃഷ്ണയും വരും. അവരിവിടെ എത്തിക്കഴിഞ്ഞ ആ നിമിഷം ഞാൻ കൃഷ്ണനെ പറഞ്ഞുവിടും. പിന്നെ നവീനോടൊപ്പം ജീവിക്കുന്നത് നീയായിരിക്കും ഇന്നു മുതൽ. താങ്ക്സ് മമ്മി. നവീന്റെ കാര്യത്തിലല്ലായിരുന്നെങ്കിൽ മമ്മി പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചേനെ. ബട്ട് നവീന്റെ കാര്യത്തില് എനിക്ക് പറ്റില്ല. ഞാൻ സിൻസിയറായിട്ട് ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അതെന്റെ നവീന. നവീനൊപ്പം ജീവിക്കാനുള്ള നിമിഷങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്ക് താങ്ങാനാവാത്ത കാര്യ. അതുകൊണ്ട് മാത്രമാണ്. പ്ലീസ് മമ്മി. ഓക്കെ, നിനക്ക് വേണ്ടി എന്തും നേടിത്തന്നവളാ ഈ ഞാൻ. പിന്നെ ഇതെന്തിനാ മാറ്റിവെക്കുന്നത്? എന്റെ മോളുടെ ആഗ്രഹമല്ലേ, അത് നടക്കട്ടെ. I love you, മമ്മി. ആ സിനി ചേച്ചി, മുറിയൊന്ന് അലങ്കരിക്കണം. എനിക്ക് പുതിയ ഡ്രസ്സുകൾ കുറെ വാങ്ങണം. ഞാൻ ഇന്നു മുതല് എന്റെ മമ്മിയുടെ അനുവാദത്തോടെ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. അതൊക്കെ ഞാൻ വേണ്ട വിധം ചെയ്തോളാം മാഡം. താങ്ക് യു. മമ്മി, ഞാൻ മേള് മുറിയിൽ കാണും. കണ്ടോ സിനി അവളുടെ സന്തോഷം? ഇതിനു പകരം അവൾക്ക് എന്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുക? മാം, സന്തോഷത്തിന്റെ കാര്യമൊക്കെ സത്യം. പക്ഷേ ഇന്നലെ നവീന്റെ വധുവിനെ തേടി വന്ന ആ നാഗം. സിനി, പേടിപ്പിക്കുന്ന ഓരോ ഓർമ്മയും പരസ്പരം പങ്കുവെക്കണ്ട. ഒന്നും ഉണ്ടാവില്ലെന്നേ. എന്റെ മകൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ദൈവം അതും കേൾക്കുന്നുണ്ടല്ലോ.